നമ്മൾ നികുതി കൊടുക്കുന്ന പണം സർക്കാർ പാഴാക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയിൽ അങ്ങനെയൊരു പ്രതിഭാസം നമുക്ക് കാണാം. കൊല്ലയിൽ പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി പണിത് ഉദ്ഘാടനവും ചെയ്ത ഒരു വഴിയോര വിശ്രമ കേന്ദ്രം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു സ്മാരകമാണ്. ഇതൊക്കെ എന്നിനി ഭരണ സംവിധാനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ കളിയിക്കുവിള കഴിഞ്ഞാൽ ആദ്യ ജംഗ്ഷൻ പാറശാലയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന ആദ്യ പ്രദേശം. അതിർത്തി കടന്നെത്തുന്ന ചരക്ക് ഗതാഗതം കൂടാതെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും പോകുന്നവരും വരുന്നവരും. കരമന കളിയിക്കുവിള ദേശീയപാതയിൽ അതിനാൽ തന്നെ ഒരു വിശ്രമ കേന്ദ്രം കൊറ്റാമത്ത് ആരംഭിച്ചു. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി. സ്ഥലം MLA ആയിരുന്നു നാടമുറിച്ചത്. ഒരുപാടൊന്നുമായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇക്കഴിഞ്ഞ നവംബർ 5-നായിരുന്നു ഉദ്ഘാടനം. 2 മാസം കഴിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ്. വഴിയിടമെന്ന പേരിൽ തദ്ദേശ വകുപ്പിന്റെ പദ്ധതി തകർപ്പൻ ചിന്തയായിരുന്നു. താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ശുചിമുറികൾ, ആവശ്യം വേണ്ട സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു കടമുറി, 1-ാം നിലയിൽ താമസ സൗകര്യമുള്ള 2 മുറികൾ, ഏറ്റവും മുകളിലായി ഒരു കോൺഫറൻസ് ഹാൾ. എന്നാൽ പരിപാടി പാളി. ഉദ്ഘാടന ദിവസം പൂട്ടിയ ഗേറ്റ് പിന്നെ തുറന്നിട്ടില്ല. ഉദ്ഘാടന ചടങ്ങിന്റെ അന്ന് വെച്ച ബോർഡ് ഇപ്പോഴും കെട്ടിടത്തിന്റെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ കെട്ടിടത്തിനുള്ളിൽ പണികൾ ഇനിയും ബാക്കി. മുറ്റത്ത് ഇന്റർലോക്ക് ഇടുന്നതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളും ബാക്കിയാണ്. ഇത് ഇലക്ഷന് ഒരു 2 ആഴ്ച മുമ്പേ ഇത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതായത് 5/11/2025 രാവിലെ 10 മണിക്ക് ഇവിടെ നാട്ടുകാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിഞ്ഞില്ല, ഉദ്ഘാടനം നടന്നു എന്ന് പറയുന്നു. ഉദ്ഘാടനം ചെയ്തെന്ന് ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല. അതിനൊരു പരസ്യ ബോർഡ് വെച്ചു. രാവിലെയൊക്കെ വരണുണ്ട്, ഇതൊക്കെ പോണുണ്ട്. അത് ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു 2 ആഴ്ചത്തേക്ക് മുമ്പാണ് സംഭവിച്ചത്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്തിനാ ചെയ്തത്? ഇത് കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു പദ്ധതിയാണിത്. അത് ആരൊന്നുമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ തിരക്കായതിനാലാണ് വഴിയിടം തുറക്കാതിരുന്നതെന്നും ചില്ലറ പണികൾ കൂടി പൂർത്തിയാക്കി മുറികൾക്കുള്ള വാടകയും നിശ്ചയിച്ചാൽ പ്രവർത്തന സജ്ജമാകുമെന്നുമാണ് പഞ്ചായത്തിന്റെ വാദം. ഇതൊക്കെ കണ്ട് എന്തേലും ആകട്ടെ എന്ന് പാറശാലക്കാർ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതേ നാട്ടുകാർ പാറശാല താലൂക്ക് ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഒരു പവർ ലോണ്ടറി, അതായത് അലക്ക് യന്ത്രം, വർഷങ്ങൾ കാട് കയറി കണ്ടതാണ്. അതിനാൽ തന്നെ ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന പതിവ് പല്ലവിയിൽ നാട്ടുകാർ ആശ്വസിക്കുന്നു. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.